Good morning all. Welcome to the daily news analysis of Deshna Learnings Academy. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So the first one, Pahalgam excluded, India declines to sign SCO statement. H4 docking successfully, Shukla sets foot in ISS. Fathoming America's plan to manage AI proliferation. The last one, Belosov assures Rajnath of timely delivery of S400 system to India. ഇനി ഈ ഓരോ ന്യൂസുകളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് പഹൽഗാം എക്സ്ക്ലൂഡഡ്, ഇന്ത്യ ഡിക്ലൈൻസ് ടു സൈൻ SCO സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ ന്യൂസ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇന്ത്യ ഡിക്ലൈൻ ടു എൻഡോസ് ദ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം ഷാങ്ഹായ് കോർപ്പറേഷന്റെ മീറ്റിംഗ് ചൈനയിൽ നടക്കുകയാണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്, ഷാങ്ഹായ് കോർപ്പറേഷന്റെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യാനായിട്ട് ഇന്ത്യ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പഹൽഗാം ടെറർ അറ്റാക്കിന്റെ കാര്യം അവരെവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം ബലൂചിസ്ഥാന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ഒരു പ്രധാന കാരണമാണ് നമ്മൾ ഈ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, അതായത് ലഷ്കർ ഇ തൈബ ആണ് നമ്മളുടെ ഈ പഹൽഗാം അറ്റാക്കിന് പിന്നിലുണ്ടായിരുന്നത്. അപ്പൊ അവരെ സ്ട്രോങ് ആയിട്ട് രാജ്നാഥ് സിംഗ് ഷാങ്ഹായ് കോർപ്പറേഷനിൽ വിമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് എന്താണ്? സീറോ ടോളറൻസ് ടു ടെററിസം ആണ്. അത് ഈ ഒരു കോർപ്പറേഷൻ മീറ്റിംഗിൽ ഉടനീളം രാജ്നാഥ് സിംഗ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ക്രോസ് ബോർഡർ ടെററിസത്തിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എടുക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷനിലെ കൺട്രീസ് എടുക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളുടെയും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിംഗിൽ നമ്മുടെ രാജ്നാഥ് സിംഗ്, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ന്യൂസിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും അതുപോലെ തന്നെ മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഈ ന്യൂസ് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. പ്രിലിംസിന്റെ ആസ്പെക്റ്റിൽ പലതവണ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതില് മെമ്പേഴ്സ് കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചൈന, ഇന്ത്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഇറാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പം ഈ എല്ലാ കൺട്രീസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് നടന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു റിലവൻസ് വളരെയധികം കൂടുതലാണ്. ദെൻ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ ഓപ്പറേഷൻ സിന്ദൂർ, അതെല്ലാവർക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുക. ഡേറ്റ് May 7th നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മളുടെ സീറോ ടോളറൻസി പോളിസി ഓൺ ടെററിസം, അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നമുക്കറിയാം GS2-ലും GS3-ലും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്റർനാഷണൽ റിലേഷൻസിലും വരുന്നുണ്ട്, ഇന്റേണൽ സെക്യൂരിറ്റിയിലും വരുന്നുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ റിലേഷനിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിഫ്ലെക്ട്സ് ഇന്ത്യസ് അസർട്ടീവ് സ്റ്റാൻഡ് ഇൻ മൾട്ടിലാറ്ററൽ പ്ലാറ്റ്ഫോം ലൈക്ക് SCO ടു എൻഷുർ ടെററിസം ഈസ് അഡ്രസ്ഡ് വിത്തൗട്ട് ബയാസ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് നമുക്കറിയാം ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ബയാസ് ഇല്ലാതെ എങ്ങനെ ഷാങ്ഹായ് കോർപ്പറേഷനിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെ സ്റ്റാൻഡ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ ഹൈലൈറ്റ് ടെൻഷൻ വിത്ത് ചൈന ആൻഡ് പാകിസ്ഥാൻ ഓവർ ഫ്രെയിമിംഗ് ദ ഗ്ലോബൽ ടെറർ നേറ്റീവ്. അപ്പൊ ഈ രണ്ട് കൺട്രീസുകളും തമ്മിലുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ദെൻ ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഒരു ത്രെട്ട് തന്നെയായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതും ഷാങ്ഹായ് കോർപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ന്യൂസിനെ പറ്റിയിട്ട് പഠിക്കുക. ദ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് H4 docking successfully, Shukla set foot in ISS.
ഈ ഒരു ന്യൂസിന്റെ സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആസ്ട്രോനട്സിനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനുണ്ടായിട്ടുള്ള ഒരു മിഷനാണ്. അതിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പേസ് എക്സ്പ്ലോറേഷന്റെ അതുപോലെ എക്സ്പെഡീഷന്റെ ഒക്കെ ഒരു വലിയൊരു സ്റ്റെപ്പ് ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ശുഭാൻഷു ശുക്ല ഈ ഒരു ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായിട്ട് കുറെ അധികം എക്സ്പെരിമെന്റുകൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 60 എക്സ്പെരിമെന്റുകളോളം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ 6 എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്. അതിൽ തന്നെ ശുഭാൻഷു ശുക്ല ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ ഗ്രാവിറ്റി ഓൺ അഗ്രികൾച്ചർ എന്ന ഒരു ഏരിയയിലാണ്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, ഈ ഏരിയാസിലാണ് ശുഭാൻഷു ശുക്ല ലീഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും നമ്മൾ ഈ ആക്സിയം മിഷൻ 4 എന്ന് പറയുന്ന ആ ഒരു മിഷനെ പറ്റി പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ പുള്ളി അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വേർഡാണ് നമസ്കാർ ഫ്രം സ്പേസ്. ഫസ്റ്റ് വേർഡായിരുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ശുഭാൻഷു ശുക്ല പറഞ്ഞതായിരുന്നു. ഓക്കെ, ഇതെന്ന് നമ്മുടെ ഈ പറയുന്ന അപ്കമിങ് ആയിട്ടുള്ള ഗഗൻയാൻ 2026 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഗഗൻയാനിന് മുമ്പായിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ ഇതിന്റെ പ്രിലിംസ് ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കേണ്ടത് ആക്സിയം മിഷൻ 4 എന്താണെന്ന് നോക്കുക. അതൊരു ആക്സിയം സ്പേസ് എന്ന് പറയുന്ന US-ന്റെ ഒരു പ്രൈവറ്റ് സ്പേസ് മിഷൻ ആണ്. ദെൻ ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത് സ്പേസ് എക്സസ് ഫാൽക്കൺ 9 റോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സയൻസ് ആൻഡ് ടെക്കിന്റെ ആസ്പെക്ട്സിൽ പ്രിലിംസിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദെൻ ഗഗൻയാൻ മിഷൻ എന്താണെന്ന് നോക്കുക. നമ്മുടെ ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആണ്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്താണെന്ന് നോക്കുക. ദെൻ മൈക്രോ ഗ്രാവിറ്റി പറഞ്ഞു. മൈക്രോ ഗ്രാവിറ്റിയിലാണ് നമ്മുടെ ശുഭാൻഷു ശുക്ല എന്ത് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും അതുപോലെ തന്നെ മെയിൻസിന്റെ ആസ്പെക്ട്സിലും. അപ്പൊ മൈക്രോ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എക്സ്പെരിമെന്റ് നടത്തുന്നത്, ആ എക്സ്പെരിമെന്റ്സിന്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ 60 എക്സ്പെരിമെന്റിൽ 6 എണ്ണം ഇന്ത്യയാണ് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു 6 എക്സ്പെരിമെന്റ്സിനെ പറ്റിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇത് മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ GS3 സയൻസ് ആൻഡ് ടെക്നോളജിയിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുമ്പം ഇന്ത്യസ് ഗ്രോയിങ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്ലോബൽ സ്പേസ് മിഷൻ, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ പ്രത്യേകിച്ചും ഗഗൻയാൻ മിഷന് മുമ്പായിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്ലോബൽ സ്പേസ് മിഷനിൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതുപോലെ GS2 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യ, US ആൻഡ് റഷ്യ ഇത് മൂന്നും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജിക് സ്പേസ് കോപ്പറേഷൻ ആണ് ഈ ഒരു ആക്സിയം 4 മിഷൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ആസ്പെക്റ്റിൽ ഈ ഒരു ന്യൂസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫറ്റോമിങ് അമേരിക്കാസ് പ്ലാൻ ടു മാനേജ് AI proliferation. അപ്പൊ ഇതിന്റെ ന്യൂസ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. US എഐയുടെ യൂസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് ഡിസൈൻ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്നത് വഴി ചൈന അതുപോലെ റഷ്യ പോലെയുള്ള കൺട്രീസിന് എഐയുടെ മാക്സിമം യൂസേജ് കുറയ്ക്കുക, അത് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പവർഫുൾ ടൂൾസ് കൺട്രോൾ ചെയ്യുന്നത് വഴി ആ ഉപയോഗം കുറയ്ക്കുകയാണ് US ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ ഒരു ഡിസിഷനെ ഇന്ത്യ വെൽക്കമിങ് ചെയ്യാണ്. കാരണം ഇന്ത്യയും ഈ പറഞ്ഞ ചൈന പോലെയുള്ള കൺട്രീസിന്റെ ഇങ്ങനത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ട് AI യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന് ഒരു കൺട്രോളിങ് ആവശ്യമാണ്. എല്ലാ മേഖലകളിലും എല്ലാ സെക്ടേഴ്സിലും നമുക്കിപ്പോ AI യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണെന്ന് തന്നെയാണ് ഇന്ത്യയും പറയുന്നത്. ദെൻ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI ഡിഫ്യൂഷൻ ഫ്രെയിം വർക്ക് അതെന്താണ് എന്നുള്ള ആ ഫ്രെയിം വർക്ക് ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ റീവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 2024
5-ലാണ്. അതുപോലെ തന്നെ എയിം ടു കൺട്രോൾ എക്സ്പോർട്ട് ഓഫ് AI ചിപ്സ് മോഡൽ വെയ്റ്റ്സ്. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോർട്ട് ഓഫ് AI ചിപ്സ് അല്ലെങ്കിൽ മോഡൽ വെയ്റ്റ്സിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ എംബാർഗഡ് അഡ്വേഴ്സറീസ്, ഫേർവേർഡ് അലീസ്, റെസ്ട്രിക്റ്റഡ് ന്യൂട്രൽ സ്റ്റേറ്റ്. ഇപ്പം ഫേവേർഡ് അലീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒക്കെ എന്താണ്? US-ന്റെ ഫേർവേർഡ് അലീസ് ആണ്. നമുക്കാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് ആക്സസ് ചെയ്യുന്നതിനൊക്കെ ഒരു അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ന്യൂട്രൽ സ്റ്റേറ്റിന്റെ ആക്സസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മെയിൻ ആയിട്ട് നോക്കി കാണേണ്ടതായിട്ടുള്ള ഒന്നാണ്. ദെൻ കമ്പ്യൂട്ട് ആൻഡ് AI കേപ്പബിലിറ്റി. നമുക്കറിയാം കമ്പ്യൂട്ടിംഗ് പവേഴ്സ് വെച്ചിട്ട് AIയും കൂടി മെർജ് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ദെൻ DeepSeek R1 ചൈന ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന AI മോഡലാണ്. പക്ഷെ ഇത് ലെസ് കമ്പ്യൂട്ടർ പവർ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ്. അപ്പം ഇനി സ്ട്രോങ് ആയിട്ടുള്ള അൽഗറിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ, കമ്പ്യൂട്ടിംഗ് പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ കൂടുതൽ AI റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്ന് ഒരു റെസ്ട്രിക്ഷൻസ് ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്നത് വഴി എന്ത് ചെയ്യാണ്? അവിടെ തടയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ഓൺ ചിപ്പ് കൺട്രോൾ ആൻഡ് ലൊക്കേഷൻ ട്രാക്കിംഗ്. അങ്ങനെ ഒരു ലൊക്കേഷൻ ട്രാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വഴി അതിന്റെ അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തുള്ള കീവേഡ്സ് ഒക്കെ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കാരണം AI എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണിത്, പ്രത്യേകിച്ചും ഈ ഫ്രെയിം വർക്ക് ഇപ്പോൾ വന്ന സ്ഥിതിക്ക്. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിലാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻ GS2-ലും അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്കിലും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസ് വരുമ്പോൾ അതെങ്ങനെയാണ്? അതായത് ഈ പറഞ്ഞതുപോലെ US-ന്റെ അലീസിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലിമിറ്റേഷൻസ് കുറവായിരിക്കും. പക്ഷെ ന്യൂട്രൽ ആയി നിൽക്കുന്ന സ്റ്റേറ്റ്സിന് എന്തായിരിക്കും? പ്രത്യേകിച്ച് ചൈന, റഷ്യ പോലെയുള്ള സ്റ്റേറ്റ്സിനൊക്കെ എന്തായിരിക്കും? കുറച്ചധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം AI-ൽ US കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് കൺട്രീസുകൾ തമ്മിലിടയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസും കാര്യങ്ങളും എല്ലാം അവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ US-ന്റെ ഫേവേർഡ് അലീസും അതുപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മെയിൻസിന്റെ ആസ്പെക്ട്സിൽ. ദെൻ ഇന്റർനാഷണൽ റിലേഷൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫ്ലെക്ട്സ് US ടെക് നാഷണലിസം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ ഗ്ലോബൽ AI ഗവേണൻസ്. ഹൈലൈറ്റ് ഇന്ത്യസ് നീഡ് ടു ബാലൻസ് ഡിപ്ലോമസി ആൻഡ് ഓട്ടോണമി ഇൻ എമർജിംഗ് ടെക്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ദെൻ സയൻസ് ആൻഡ് ടെക്കിൽ എന്താണ് വരുന്നത്? അണ്ടർസ്കോഴ്സ് ദ ജിയോ പൊളിറ്റിക്കൽ റേസ് ഫോർ AI സൂപ്രമസി. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു DeepSeek എന്ന് പറഞ്ഞ ചൈന ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തതും ഒക്കെ തന്നെ ഈ AI-യിൽ ഒരു സൂപ്രമസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജീന്റെ ബേസിൽ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. Then emphasize the importance of indigenous AI development and computational infrastructure in India. ഇപ്പൊ കൂടുതലും ഈ പറയുന്നത് പോലെ ചിപ്പിലെ എക്സ്പോർട്ടിനും കാര്യങ്ങളും എല്ലാം ഒരു റെസ്ട്രിക്ഷൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ US കൊണ്ടുവരുന്ന സമയത്ത് അതിന് ഇന്ത്യ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ന്യൂസിന്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ബെലോസോവ് അഷ്യൂർസ് രജ്നാഥ് ഓഫ് ടൈംലി ഡെലിവറി ഓഫ് S-400 സിസ്റ്റം ടു ഇന്ത്യ. അപ്പൊ നമ്മൾ ആദ്യത്തെ ന്യൂസിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാങ്ഹായ് കോർപ്പറേഷന്റെ മീറ്റിംഗ് നടക്കുവാണ് ചൈനയിൽ. ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ആണ്, പല കൺട്രീസിന്റെയും ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബെലോസോവ് എന്ന് പറയുന്നത് റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? രാജ്നാഥ് സിംഗിന് അഷുറൻസ് കൊടുക്കുന്നുണ്ട് S-400 സിസ്റ്റം എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ S-400 സിസ്റ്റം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് വളരെയധികം ഡിസ്കസ് ചെയ്തതാണ്. അല്ലെങ്കിൽ പഹൽഗാം അറ്റാക്കിന് ശേഷം നമ്മൾ S-400 സിസ്റ്റത്തിനെ പറ്റി ഒരുപാട് ന്യൂസുകളിലും കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. S-400 എന്ന് പറയുന്നത് സുദർശന ചക്ര അല്ലെ? നമ്മൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സുദർശന ചക്ര എന്നാണ്. അപ്പൊ നമ്മൾ ഇത് റഷ്യയിൽ നിന്നായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പം ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 5 യൂണിറ്റ് ഓഫ് എന്താണ് S-400 ആണ്. അപ്പൊ അതിൽ 3 ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനി 2 കൂടി നമുക്ക് ഡെലിവറി ചെയ്യാൻ ഉണ്ട്. അത് ഏകദേശം 2026-27 നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മീറ്റിംഗിൽ എന്താണ് നമ്മുടെ സ്ട്രെങ്തനിങ് ദ സപ്ലൈ ചെയിൻ ആൻഡ് ടെക്നോളജി എക്സ്ചേഞ്ച്, ഈ ഒരു കാര്യങ്ങളിൽ ഈ ഒരു ഏരിയനെ പറ്റിയിട്ടൊക്കെ അവർ കൂടുതലായിട്ടും ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഡിഫൻസ് ടൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ തമ്മിൽ ഇന്ത്യ റഷ്യയുടെ ഇടയിൽ തമ്മിൽ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിങ്ങൾ ഈ ഒരു ന്യൂസിന്റെ അനാലിസിസിൽ നോക്കുക. അതുപോലെ തന്നെ S-400 സിസ്റ്റം, അതായത് സുദർശന ചക്ര, അത് മെയിൻ ആയിട്ട് സയൻസ് ആൻഡ് ടെക്കിന്റെ ആസ്പെക്ട്സിലും നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ നമ്മൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ കീവേഡ്സ് എന്ന് പറയുന്നത് S-400 ആണ്, അതായത് സുദർശന ചക്ര നമ്മൾ പറഞ്ഞ അതിന്റെ ഡീറ്റെയിൽസ് നോക്കുക. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് റേഞ്ച് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആണ് അല്ലെ. അപ്പം ഇതിന്റെ കേപ്പബിലിറ്റി നോക്കുക. എന്താണ്, ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും, എന്തിനെ, ഫൈറ്റർ ജെറ്റ്സിനെ, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽസിനെ, ക്രൂയിസ് മിസൈലിനെ, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഈ സുദർശന ചക്ര എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു മിത്തോളജി, അതായത് നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ. അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇന്ത്യ റഷ്യ ഡിഫൻസ് ഡീൽ, അതിനെപ്പറ്റി നോക്കുക. ദെൻ ഓപ്പറേഷൻ സിന്ദൂർ എന്തായാലും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഷാങ്ഹായ് കോർപ്പറേഷനിൽ ഒരുപാട് തവണ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിനെയും അതുപോലെ തന്നെ പഹൽഗാം അറ്റാക്കിനെയും പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ന്യൂസിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഈ പറയുന്ന പഹൽഗാം അറ്റാക്കിനെ പറ്റി മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ജോയിന്റ് മീറ്റിംഗ് എന്ത് ചെയ്ത് സൈൻ ചെയ്യാനായിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം അറ്റാക്കും ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ. നമുക്കൊരു ക്വസ്റ്റ്യനും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ ദെൻ SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്, അതായത് എവിടെ വെച്ചാണ് നടന്നത്, ചൈനയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഷാങ്ഹായ് കോർപ്പറേഷന്റെ മീറ്റിംഗും കാര്യങ്ങളും ഏതൊക്കെ കൺട്രീസ് ആണ് അതിലുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിലാകുമ്പോൾ എന്താണ്, അത് GS2 അതുപോലെ GS3 ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. GS2 വരുമ്പോൾ എന്താ, ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതായത് ഈ പറയുന്ന പോലെ ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ഈ പറയുന്ന സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ എന്താണ് ബൈലാറ്ററൽ റിലേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി കാണേണ്ടതാണ്. ദെൻ സെക്യൂരിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റിയിൽ വരുമ്പോൾ എന്താ, സുദർശന ചക്ര നമ്മളെ എങ്ങനെയാണ് നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി, ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പൊ അത് ഇന്റേണൽ സെക്യൂരിറ്റിനെ ആസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഈ പറയുന്ന S-400 എന്ന് പറയുന്നത് പ്രത്യേകം നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ന്യൂസിന്റെ ഈ ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം ഇത്രയും ന്യൂസുകളാണ് നമ്മൾ പ്രിലിംസിന്റെയും അതുപോലെ തന്നെ മെയിൻസിന്റെയും ആസ്പെക്ട്സിൽ നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ന്യൂസുകളും അനലൈസ് ചെയ്യുക. അതിൽ ഓരോ കീവേഡ്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ ഡെപ്ത് പഠിക്കുക. അത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ആസ്പെക്ട്സിൽ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.